മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച പഠനത്തിന്റെ ഭാഗമായി വിദഗ്ധ സംഘം അണക്കെട്ടിന്റെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. സെൻട്രൽ സോയിൽ റിസർച്ച് സ്റ്റേഷനിലെ 4 അംഗ സംഘമാണ് വെള്ളത്തിനടിയിൽ പരിശോധന നടത്തുന്നത്. ദൃശ്യങ്ങൾ ഉന്നതാധികാര സമിതി പരിശോധിച്ച ശേഷം കോടതിക്ക് കൈമാറും. അണക്കെട്ടിലെത്തിയ സംഘം ബോട്ടിടുന്ന ജലാന്തർഭാഗത്തെ ദൃശ്യങ്ങൾ പകർത്തി. 1200 അടി നീളമുള്ള അണക്കെട്ട് 100 അടി വീതമുള്ള ബ്ലോക്കുകളാക്കി തിരിച്ചാണ് പരിശോധന. 133.85 അടിയാണ് നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ്. പരിശോധന ഒരാഴ്ച നീളുമെന്നാണ് വിവരം. കേരള ഉദ്യോഗസ്ഥ സംഘവും അണക്കെട്ടിലെത്തിയിരുന്നു. ISW ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജ്യോതിലക്ഷ്മി, ഡെപ്യൂട്ടി ഡയറക്ടർ അഞ്ജു സുധാകരൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഭിലാഷ് സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ആനന്ദ്, ടിച്ചിയിലെ കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ MS സുധ, ജോയിന്റ് ഡയറക്ടർ ഗീത CS, ഡെപ്യൂട്ടി ഡയറക്ടർ സുഫിയറ, മുല്ലപ്പെരിയാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവിൻസ് ബാബു, സിജി, റമീസ്, ബെനറ്റ് എത്തിയത്. ദൃശ്യങ്ങൾ ഉന്നതാധികാര സമിതി പരിശോധിച്ച ശേഷം സുപ്രീം കോടതിക്ക് കൈമാറും. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലവിലെ സ്ഥിതി സംബന്ധിച്ച് സംസ്ഥാനത്തെ കടുത്ത ആശങ്ക നിലനിൽക്കെ ഇപ്പോൾ നടക്കുന്ന പഠനവും പരിശോധനകളും ഏറെ നിർണായകമാണ്. ഇടുക്കി വിഷൻ, കുമളി.